ഹായ് എവരി വൺ. ടോപ്പിക്ക് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. എൻവയോൺമെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റ് അക്കൗണ്ടിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രീൻ അക്കൗണ്ടിംഗ്. എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്ങിനെ ഗ്രീൻ അക്കൗണ്ടിംഗ് എന്ന് പറയാറുണ്ട്. ഈസ് ടു മെഷർ, റെക്കോർഡ് ആൻഡ് ഡിസ്ക്ലോസ് ദി ഇമ്പാക്ട് ഓഫ് കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് ആക്ടിവിറ്റീസ് ഓൺ ഇസ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ത്രൂ എ സെറ്റ് ഓഫ് അക്കൗണ്ടിംഗ് സിസ്റ്റം. അതായത് ഇതൊരു പ്രോസസ്സാണ്. മെഷർ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ ഡിസ്ക്ലോസ് ചെയ്യുക. ഇമ്പാക്റ്റ് ഓഫ് കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ ഡിസ്ക്ലോസ് ചെയ്യുകയാണ്. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ത്രൂ എ സെറ്റ് ഓഫ് അക്കൗണ്ടിങ്, ഒരു സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം വഴി കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് മെഷർ ചെയ്യുകയും അതിനെ റെക്കോർഡ് ചെയ്യുകയും ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്ങിനെ ഗ്രീൻ അക്കൗണ്ടിങ് എന്നും മാത്രമല്ല റിസോഴ്സ് അക്കൗണ്ടിംഗ് എന്ന് പറയാറുണ്ട്. ഇതൊരു ഫണ്ടമെൻ്റൽ ടൂളാണ്. ഇറ്റ്സ് എ ഫണ്ടമെൻ്റൽ ടൂൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ റോൾ പ്ലേഡ് ബൈ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇൻ എക്കണോമി. അതായത് ഒരു ഫണ്ടമെൻ്റൽ ടൂളാണ്. ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റൽ എക്കണോമിയിൽ എങ്ങനെ ഏത് റോളാണ് പ്ലേ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ ടൂളാണ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അതിന് എക്കണോമീനെയും സൊസൈറ്റീനെയും എൻവയോൺമെൻറ്റിനെയും മൂന്നിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇൻ്റഗ്രേറ്റ് എക്കണോമി, സൊസൈറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ഒരു ഡെഫിനേഷൻ പോലെ പറയുവാണെങ്കിൽ എൻവയോൺമെൻറ്റ് അക്കൗണ്ടിംഗ് മേ ബി ഡിഫൈൻഡ് ആസ് എ സബ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിംഗ് ദാറ്റ് ഇൻക്ലൂഡ് ദ ആക്ടിവിറ്റീസ്, മെത്തേഡ്സ് ആൻഡ് സിസ്റ്റം ദാറ്റ് റെക്കോർഡ്, അനലൈസ് ആൻഡ് ഡിസ്ക്ലോസ് ദ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഓഫ് എ ഡിഫൈൻഡ് എക്കണോമിക് സിസ്റ്റം ഓർ ദ എക്കണോമിക് എഫക്ട്സ് ഓഫ് ആൻ എൻവയോൺമെൻറ്റൽ ആക്ടിവിറ്റി. ഇതൊരു അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ സബ് ബ്രാഞ്ച് ആയിട്ട് തന്നെ പറയാം. ഇതിൽ ആക്ടിവിറ്റീസ് ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്. അത് തന്നെ ആ സിസ്റ്റം റെക്കോർഡ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യും. എന്തൊക്കെയാണ് എൻവയോൺമെൻറ്റ് പ്രോബ്ലംസ്, എക്കണോമിക് സിസ്റ്റത്തിൽ ബേസ് ചെയ്തുള്ള എൻവയോൺമെൻറ്റ് പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ എഫക്ട്സ് വരുന്നുണ്ട്, ആ എൻവയോൺമെൻറ്റ് പ്രോബ്ലംസിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിനാണ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. മെയിനായിട്ട് 3 ഫീച്ചറാണ് ഇതിനുള്ളത്. ഫസ്റ്റ് വൺ ഇൻക്ലൂസീവ് ഫീൽഡ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. Inclusive field of accounting. Second one, it provide both internal use and external use. Environmental accounting internal യൂസും എക്സ്റ്റേണൽ യൂസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഇറ്റ് ഹെൽപ്സ് ടു ജനറേറ്റ് എൻവയോൺമെൻറ്റ് ഇൻഫോർമേഷൻ വിച്ച് ഈസ് ഹെൽപ്ഫുൾ ഫോർ മേക്കിംഗ് മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ഓൺ പ്രൈസിംഗ്, controlling overhead and capital budgeting and external use and disclosing environmental information of interest to the public and to the financial community. അതായത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എൻവയോൺമെൻറ്റ് ഇൻഫോർമേഷൻ ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് അതായത് നമ്മുടെ പ്രൈസിങ്ങിൽ, കൺട്രോളിങ് ഓവർ ഹെഡ്സിൽ, എക്സ്റ്റേണൽ യൂസ്, ബഡ്ജറ്റിംഗ് അതിലൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ പറഞ്ഞ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്. അടുത്തത് ഇതിൻ്റെ ഫോംസ് ഓഫ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് ആണ്. മെയിൻലി 3 ഫോംസ് ആണ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്ങിനുള്ളത്. ഫസ്റ്റ് വൺ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് EMA. Second one, environmental financial accounting EFA. Third one, environmental national accounting ENA. അതിൽ ഫസ്റ്റ് വൺ environmental management accounting. അതിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വിത്ത് എ പെർട്ടിക്കുലർ ഫോക്കസ് ഓൺ മെറ്റീരിയൽ ആൻഡ് എനർജി ഫ്ലോ ഇൻഫോർമേഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ഇൻഫോർമേഷൻ. ഈ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന ഫോമിൽ പറയുന്നത് മെയിൻ ഫോക്കസ്, പെർട്ടിക്കുലർ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു എൻവയോൺമെൻറ്റ് സ്ട്രാറ്റജി, ഒരു ഫോം ഓഫ് അക്കൗണ്ടിങ്ങിൽ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മെറ്റീരിയലും എനർജി ഫ്ലോ ഇൻഫോർമേഷനെയാണ്. ഒരു മെറ്റീരിയലിനെയും എനർജി ഫ്ലോ ഇൻഫോർമേഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. മാത്രമല്ല എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ഇൻഫോർമേഷനെയും മെറ്റീരിയൽസിനെയും എനർജി ഫ്ലോ ഇൻഫോർമേഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, പെർട്ടിക്കുലറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് സെഗ്മെൻറ്റ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്, സെക്കൻഡ് എക്കോ ബാലൻസ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്, തേർഡ് കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്. അതിൽ സെഗ്മെൻറ്റ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ internal environment accounting device to select an investment activity or a project related to environmental conservation from among all the process of observations and to evaluate environmental effects for a certain period. അതായത് ഇതൊരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് ആണ് സെഗ്മെൻറ്റ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എക്സ്റ്റേണലും ഉണ്ട് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്, ഇൻറ്റേർണലും ഉണ്ട്. അതിൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് ആണ് സെഗ്മെൻറ്റ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതൊരു ഒരു ഡിവൈസ് ടു സെലക്ട്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി എന്താണെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഡിവൈസാണ്
അതും എൻവയോൺമെൻറ്റ് എഫക്ട്സ് അതിലെങ്ങനെയാണ് ഓരോ പീരീഡ് ഓഫ് സർട്ടൻ പീരീഡിൽ എൻവയോൺമെൻറ്റ് എഫക്ട്സ് എങ്ങനെയാണെന്ന് ഹെൽപ്പ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും സഹായിക്കും. സെഗ്മെൻറ്റ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്. സെക്കൻഡ് വൺ, എക്കോ ബാലൻസ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്. ദിസ് ഈസ് ആൻ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്. ഇതും ഒരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് ആണ്. ടൂൾ ടു സപ്പോർട്ട് PDCA ഫോർ സസ്റ്റൈനബിൾ എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി. അതായത് ഇതൊരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് ആണ്. ഇതൊരു ടൂളാണ് PDCAനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടൂളാണ് എക്കോ ബാലൻസ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അടുത്തത് കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് ആണ്. എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മൂന്നാമത്തെ പോയിൻറ്റ് കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്. കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ദിസ് ഈസ് എ ടൂൾ ടു ഇൻഫോം ദ പബ്ലിക് of relevant information compiled in accordance with the environmental accounting. It should be called corporate environmental reporting for the purpose the cost and effect of its environmental conservation activities are used. ഒരു പബ്ലിക്കിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റെലവൻറ്റ് ഇൻഫോർമേഷൻസ് ഒക്കെ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിസിൽ. ഇതൊരു പുതിയ ടൈപ്പ് ഓഫ് ടൂളാട്ടോ. അതായത് പബ്ലിക്സിലോട്ട് എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ്. ഇതിന് നമ്മൾ കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയാറുണ്ട്. കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്ങിനെ കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയാറുണ്ട്. അടുത്ത സെക്കൻഡ് ഫോം ഓഫ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് ആണ് എൻവയോൺമെൻറ്റൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, EFA. EFA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വിത്ത് എ പെർട്ടിക്കുലർ ഫോക്കസ് ഓൺ റിപ്പോർട്ടിംഗ് എൻവയോൺമെൻറ്റൽ ലയബിലിറ്റി കോസ്റ്റ് ആൻഡ് അതർ സിഗ്നിഫിക്കൻറ്റ് എൻവയോൺമെൻറ്റൽ കോസ്റ്റ്. ആദ്യത്തെ എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഫോക്കസ് ചെയ്തിരുന്നത് മെറ്റീരിയലിനെയും ഇൻഫോർമേഷനെയും ആയിരുന്നു. എനർജി ഫ്ലോ ഇൻഫോർമേഷനൊക്കെ ആയിരുന്നു ഫോക്കസ് ചെയ്തിരിക്കുന്നത് മെയിൻലി. പക്ഷേ ഈ എൻവയോൺമെൻറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ലൈബിലിറ്റി കോസ്റ്റ്, ഒരു എൻവയോൺമെൻറ്റിൻ്റെ ലൈബിലിറ്റി കോസ്റ്റിനെയും അതർ എൻവയോൺമെൻറ്റൽ കോസ്റ്റും, ലൈബിലിറ്റി കോസ്റ്റ് മാത്രമല്ല അതർ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കോസ്റ്റിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. തേർഡ് വൺ ആണ് എൻവയോൺമെൻറ്റ് നാഷണൽ അക്കൗണ്ടിങ്. എൻവയോൺമെൻറ്റ് നാഷണൽ അക്കൗണ്ടിങ്ങിന് ENA എന്ന് പറയും. ENA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ നാഷണൽ ലെവൽ അക്കൗണ്ടിങ്. ഇതൊരു നാഷണൽ ലെവൽ അക്കൗണ്ടിങ് ആണ് വിത്ത് എ പെർട്ടിക്കുലർ ഫോക്കസ് ഓൺ നാച്ചുറൽ റിസോഴ്സസ്, സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ്, എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ആൻഡ് എക്സ്റ്റേണലിറ്റി കോസ്റ്റ്. അതായത് മറ്റേ രണ്ടും ഇൻറ്റേർണൽ ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ എൻവയോൺമെൻറ്റ് നാഷണൽ അക്കൗണ്ടിങ് നാഷണൽ ലെവൽ അക്കൗണ്ടിങ് ആണ്. അത് ഫോക്കസ് ചെയ്യുന്നത് നാച്ചുറൽ റിസോഴ്സസ്, സ്റ്റോക്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ കോസ്റ്റിലും ആൻഡ് എറ്റേണിറ്റി കോസ്റ്റുമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതെല്ലാമാണ് ഫോംസ് ഓഫ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്. എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് ഫസ്റ്റ് വൺ. അതിൽ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെഗ്മെൻറ്റ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്, എക്കോ ബാലൻസ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്. തേർഡ് വൺ സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് എൻവയോൺമെൻറ്റൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, EFA. തേർഡാണ് എൻവയോൺമെൻറ്റ് നാഷണൽ അക്കൗണ്ടിങ്. അടുത്തത് ഇത് ഫോംസ് ഓഫ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് ആയിരുന്നു. അടുത്തത് നീഡ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് അക്കൗണ്ടിങ് അറ്റ് കോർപ്പറേറ്റ് ലെവൽ. അതായത് നീഡ്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്. എന്തൊക്കെ നീഡാണ് ഒരു എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് ഉള്ളത് അറ്റ് കോർപ്പറേറ്റ് ലെവൽ. കോർപ്പറേറ്റ് ലെവലിൽ എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ നീഡ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഏതൊക്കെയാണെന്നാണ്. അതിൽ ഫസ്റ്റ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് റെഗുലാരിറ്റി റിക്വയർമെൻറ്റ് ഓർ എക്സീഡിങ് ദാറ്റ് expectations. Second one, to clean up pollution that already exists and properly disposing of the dangerous materials. അതായത് ഓൾറെഡി ഉള്ള പൊല്യൂഷൻസ്, ഒരു ഓർഗനൈസേഷൻ സിറ്റുവേറ്റ് ചെയ്യുന്ന ചുറ്റുമുള്ള പൊല്യൂഷൻസ്, അവരുമായിട്ട് ബേസ് ചെയ്ത് വരുന്ന പൊല്യൂഷൻസ് ക്ലിയർ ചെയ്യുക. അത് മാത്രമല്ല എന്തെങ്കിലും ഹസാർഡസ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ചിലപ്പോൾ അവിടെ ഹസാർഡസ് മെറ്റീരിയൽസ് ഉണ്ടാവാം. അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയൊക്കെ ക്ലീനായിട്ട് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. അടുത്ത നീഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ഡിസ്ക്ലോസ് ടു ദ ഇൻവെസ്റ്റേഴ്സ്
both potential and current, the amount and nature of preventative measures taken by the management. ഒരു മാനേജ്മെൻറ്റ് എന്തൊക്കെ പ്രിവെൻഷൻ എടുത്തിട്ടുള്ള മെഷേഴ്സ് എടുത്തിട്ടുണ്ട് ആ കാര്യങ്ങൾ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിലവിലുള്ള കറണ്ട് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും, രണ്ട് കൂട്ടരെയും ഏതൊക്കെയാണ് മെഷേഴ്സ് ഒരു മാനേജ്മെൻറ്റ് എൻവയോൺമെൻറ്റിൻ്റെ നേച്ചറിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് സൊല്യൂഷൻസ് നന്നായിട്ട് നോക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു അവരെ അറിയിക്കാം, ഡിസ്ക്ലോസ് ചെയ്യാം, അവർക്ക് തുറന്ന് കാണിക്കാം. ഫോർത്ത് പോയിന്റ്, ഓപ്പറേറ്റിംഗ് ഇൻ എ വേ ദാറ്റ് ദൂസ് എൻവയോൺമെൻറ്റൽ ഡാമേജ് ഡസ് നോട്ട് ഒക്കർ. അതായത് ഇവരിപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി എൻവയോൺമെൻറ്റിനെ ഡാമേജ് ചെയ്യില്ല എന്നത് ഒന്ന് ഉറപ്പ് വരുത്താം. ഫിഫ്ത്ത് പോയിന്റ്, പ്രൊമോട്ടിംഗ് എ കമ്പനി ഹാവിങ് വൈഡ് എൻവയോൺമെൻറ്റൽ ആറ്റിറ്റ്യൂഡ്. ഒരു വൈഡ് എൻവയോൺമെൻറ്റൽ അവെയർനെസ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവെയർനെസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക കമ്പനിയിൽ. ഏത് കമ്പനിയാണോ എല്ലാ കമ്പനിയിലും ഒരു വൈഡ് എൻവയോൺമെൻറ്റൽ അവെയർനെസ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ എല്ലാ കമ്പനിയിലും ഈ എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് നിലവിൽ വന്നിട്ടില്ല. പക്ഷേ ഓൾറെഡി കുറേ ഡെവലപ്ഡ് കൺട്രീസിൽ ഒരുപാട് ഓർഗനൈസേഷൻ അവർ എൻവയോൺമെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ പറഞ്ഞ എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് ഡെവലപ്പിംഗ് കൺട്രീസിൽ തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഫിഫ്ത്ത് വൺ, കൺട്രോൾ ഓവർ operational and material efficiency gains driven by the competitive global market. ഓപ്പറേഷണലും മെറ്റീരിയൽ എഫിഷ്യൻസിയും ഒക്കെ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ ഒരു കോമ്പറ്റീറ്റീവ് ഗ്ലോബൽ മാർക്കറ്റിൽ എഫിഷ്യൻസി കൂട്ടുക, നമ്മൾ നിലനിൽക്കുന്ന തന്നെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത്, അതായത് അതിന് പറ്റുന്ന രീതിയിൽ മുമ്പോട്ട് പോയി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ കൺട്രോൾ ഓവർ ഇൻക്രീസിങ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, വേസ്റ്റ് മെറ്റീരിയൽ ആൻഡ് പൊട്ടൻഷ്യൽ ലൈബിലിറ്റി. അതായത് വേസ്റ്റ് മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുക, റോ മെറ്റീരിയൽസ് കൺട്രോൾ ചെയ്യുക, ലൈബിലിറ്റീസൊക്കെ കൺട്രോൾ ചെയ്ത് മുമ്പോട്ട്. ഇതൊക്കെയാണ് നീഡ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് അറ്റ് കോർപ്പറേറ്റ് ലെവൽ. അടുത്തത് അഡ്വാൻറ്റേജസ് ആണ്, അല്ലെങ്കിൽ മെറിറ്റ്സ്. എന്തൊക്കെയാണ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, ഹെൽപ്പ് ടു മെഷർ എൻവയോൺമെൻറ്റൽ പ്രോബ്ലം. ഒരു എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മെഷർ ചെയ്യാൻ സഹായിക്കും. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ദി എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, ഇമ്പാക്ട് ഓൺ ഈച്ച് ആൻഡ് എവറി പ്രോസസ് ആൻഡ് ഓപ്പറേഷൻസ് ഓൺ ദി എയർ, വാട്ടർ, സോയിൽ, വർക്കേഴ്സ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആൻഡ് സൊസൈറ്റി അറ്റ് ലാർജ്. അതായത് ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ എൻവയോൺമെൻറ്റ് ആണ്. അതിപ്പം എയർ ആവാം, വാട്ടർ ആവാം, സോയിൽ ആവാം, വർക്കേഴ്സ് ആവാം, അവരുടെ സേഫ്റ്റി ആവാം, സൊസൈറ്റി. ഇതിനെല്ലാം നമ്മൾ എന്താ പറയുക, പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ഫൈൻഡ് ചെയ്ത് അത് സോൾവ് ചെയ്യാൻ സഹായിക്കും. ഫസ്റ്റ് പോയിന്റ്, ഹെൽപ്പ് ടു മെഷർ എൻവയോൺമെൻറ്റ് പ്രോബ്ലം മെഷർ ചെയ്യാൻ സഹായിക്കും. സെക്കൻഡ്, ഹെൽപ്സ് ടു മെഷർ ദ ഓർഗനൈസേഷൻ എൻവയോൺമെൻറ്റ് പെർഫോം. ഒരു ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് എത്രത്തോളാണെന്ന് മെഷർ ചെയ്യാൻ സഹായിക്കും. പിന്നെയുള്ളത്, ഇറ്റ് ഗീവ്സ് ആൻ ഇൻഡിക്കേഷൻ ടു ദ എഫക്റ്റീവ്നെസ് ഓഫ് ആൻ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് ആൻഡ് സജസ്റ്റ് ഹൗ ഇറ്റ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. അതായത് ഒരു എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് എഫിഷ്യൻസി എത്രയ്ക്കാണ് ഇൻഡിക്കേറ്റ് ചെയ്യും, എഫിഷ്യൻസി എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുകയും സജസ്റ്റ് ചെയ്യും, എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് സജഷൻ കൊടുക്കുകയും ചെയ്യും. അടുത്തത് ഫോർത്ത്, പ്രോപ്പർ റിപ്പോർട്ടിംഗ്. അതായത് ഇറ്റ് പ്രൊവൈഡ് എ ഡാറ്റാബേസ് ഫോർ കറക്റ്റീവ് ആക്ഷൻ ആൻഡ് ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഇറ്റ് ഐഡൻറ്റിഫൈസ് the area where the step has to be taken and reduce the waste and raw material and energy consumption. അതായത് ഒരു റിപ്പോർട്ടിംഗ് പ്രൊവൈഡ് ചെയ്യും, കറക്റ്റ് റിപ്പോർട്ടിംഗ് ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആക്ഷൻ വഴി, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അത് ഇപ്പോൾ ഈ പോകുന്ന നമ്മൾ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി വഴി മുമ്പിൽ എങ്ങനെയാണ് എങ്ങോട്ട് പോകും, അതിൽ എങ്ങനെ നമുക്ക് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, റോ മെറ്റീരിയൽ എങ്ങനെ അനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, എനർജി കൺസംഷൻ എങ്ങനെ കുറയ്ക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ, അതായത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കും റിപ്പോർട്ടിംഗ് കറക്റ്റായിട്ട്. അടുത്തത് പ്രോപ്പർ റെഡ്യൂസ് ചെയ്യും റിസ്ക് ഓഫ് ഫ്യൂച്ചർ പ്രോബ്ലംസ്. ഇങ്ങനെ കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് പോകുന്ന വഴി തന്നെ ഓട്ടോമാറ്റിക്കലി ഫ്യൂച്ചർ പ്രോബ്ലംസ് ഇല്ലാണ്ടാവാൻ സഹായിക്കും. പ്രോപ്പർ എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഫെസിലിറ്റേറ്റ് പ്രോപ്പർ റിപ്പോർട്ടിംഗ് ഓഫ് ദി റിസൾട്ട് ഓൺ practices followed by the company. It facilitates communicating environmental performance towards stakeholders, which goes along with enhancing the corporate image of the organization. അതായത് നമുക്ക് ഫ്യൂച്ചർ മുൻകൂട്ടി കാണാൻ സഹായിക്കും, റിസൾട്ട് ബേസ് ചെയ്തിട്ട്. അതിന് ബേസ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് ഫോളോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഹെൽപ്സ് ടു ഡെവലപ്പ് എൻവയോൺമെൻറ്റൽ സ്ട്രാറ്റജി. ഒരു ഓർഗനൈസേഷന് എൻവയോൺമെൻറ്റൽ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്. അടുത്തത് മേജർ ഇഷ്യൂസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് ഏതൊക്കെയാണ്, എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ് ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് മെത്തേഡ് ഇല്ല. ഇതിനൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു അക്കൗണ്ടിങ് മെത്തേഡ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് ഇതുവരെ ഇല്ല, അത് ലിമിറ്റേഷനാണ്. അതുപോലെ തന്നെ
Comparison between two firms അല്ലെങ്കിൽ two or countries is not possible if method of accounting is different with a quite clear. അതായത് കമ്പാരിസൺ ടു ഫോം അല്ലെങ്കിൽ ടു കൺട്രീസ് ഒക്കെ തമ്മിലുള്ള കമ്പാരിസൺ കറക്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ നമുക്ക് പോസിബിൾ അല്ല കമ്പാരിസൺ. പിന്നെയുള്ളത് ഇൻപുട്ട് ഫോർ എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് ഈസ് നോട്ട് ഈസിലി അവൈലബിൾ ബിക്കോസ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് റെലവൻറ്റ് ടു ദി എൻവയോൺമെൻറ്റ് ആർ നോട്ട് ഈസിലി മെഷറബിൾ. അതായത് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വേണ്ട ഇൻപുട്സ് ഒക്കെ നമുക്ക് ഈസിലി അവൈലബിൾ അല്ല. കാരണം കോസ്റ്റും അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും. മെഷർ ചെയ്യാൻ അത്ര ഈസി അല്ല, ഒട്ടും ഈസി അല്ല. കാരണം എൻവയോൺമെൻറ്റ് എപ്പോൾ ചേഞ്ചിങ് ആണ്, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അത് കുറച്ച് ഡിഫിക്കൾട്ടാണ് ഇൻപുട്ടൊക്കെ അവൈലബിൾ ആവാൻ. പിന്നെയുള്ളത് മെനി ബിസിനസ് ആൻഡ് ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, ഈവൻ ലാർജ് ആൻഡ് വെൽ മാനേജ്ഡ് വൺസ്, do not adequately track the use energy and material or the cost of inefficient materials used and waste management a related issue. Many organizations therefore notably underestimate the cost of poor environment performance to their organization. അതായത് ഒരുപാട് ഓർഗനൈസേഷൻ അവർ ഈ എൻവയോൺമെൻറ്റിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അവരത്ര ഒരു വലിയൊരു കാര്യമായിട്ട് കാണുന്നില്ല. കാരണം കോസ്റ്റ് വരുന്ന ഇൻകർ ചെയ്യുന്നൊരു പ്രോസസ്സ് ആയതുകൊണ്ട് അവരത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നില്ല. അതൊരു ഇഷ്യൂ ആയിട്ടാണ് പറയുന്നത്. പിന്നെ അടുത്തത് ഇറ്റ് മെയിൻലി കൺസിഡർ ദി കോസ്റ്റ് ഓഫ് പുവർ എൻവയോൺമെൻറ്റ്. ഇറ്റ് മെയിൻലി കൺസിഡർ ദി കോസ്റ്റ് ഇൻറ്റേർണൽ ടു ദി കമ്പനി ആൻഡ് എക്സ്ക്ലൂസ് കോസ്റ്റ് സൊസൈറ്റി. അതായത് ഈ ഒരു എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് ഇൻറ്റേർണൽ ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് കമ്പനി മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ സൊസൈറ്റിക്ക് ഉള്ള കോസ്റ്റ് എന്താണെന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്നു, അതിനെ കൺസിഡർ ചെയ്യുന്നില്ല. എന്നാൽ സൊസൈറ്റി നമ്മുടെ എൻവയോൺമെൻ്റ് ആണ് അതിൻ്റെ കൺസേൺ, പക്ഷേ അതിൻ്റെ കോസ്റ്റ് നമ്മൾ കണക്കാക്കുന്നില്ല. അടുത്തത് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് ഇസ് ലോങ് ടൈം പ്രോസസ്, ദെയർഫോർ ടു ഡ്രോ എ കൺക്ലൂഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇറ്റ് ഇസ് നോട്ട് ഈസി. അതായത് ഇതൊരു എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് ഒരു ചേഞ്ചിങ് പ്രോസസ്സാണ്, അതുകൊണ്ട് ഭയങ്കര ലോങ് ടൈം പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് കൺക്ലൂഷനിലോട്ട് എത്താൻ നമുക്ക് വളരെയധികം ടൈം എടുക്കും, അത്ര ഈസി അല്ല. അടുത്തത് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയാം. ലാസ്റ്റ് പോയിന്റ്, എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് കനോട്ട് വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി, ഇറ്റ് ഷുഡ് ബി ഇൻ്റഗ്രേറ്റഡ് വിത്ത് ദി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വിച്ച് ഈസ് നോട്ട് ഈസി. അതായത് ഇൻഡിപെൻഡൻ്റ്ലി എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് വർക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ കറക്റ്റ് ആവുള്ളൂ. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അത്ര ഈസി അല്ല. ഇതെല്ലാമാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഓഫ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ മേജർ ഇഷ്യൂസ്, എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ് ഫേസ് ചെയ്യുന്ന മേജർ ഇഷ്യൂസ് എന്ന് പറയുന്നത്. താങ്ക് യു.